കരടികൾ നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? കാഴ്ച നോക്കിക്കേ. കിട്ടണില്ല. ഫുഡ് ജകള. രണ്ട് കുഞ്ഞുങ്ങളും അമ്മയും അമ്മക്കരടിയും ഓടുന്ന ഒരു റയർ സീനാട്ടത്. ഈ ഒരു കാഴ്ച കാണുമ്പോൾ ഓർമ്മ വന്ന തേക്കടി ബോട്ടിംഗ് ആണ്. ആനക്കോട്ടം ലേക്ക് സൈഡിൽ നടന്നു പോകുന്ന സൂപ്പർ കാഴ്ച. വന്യമൃഗങ്ങളെ കാണാൻ, പ്രത്യേകിച്ച് കരിമ്പുലികളെയും പുലികളെയും ഒക്കെ കാണാനായിട്ട് നമ്മൾ ബോട്ടിലൊരു സഫാരി നടത്തിയാലോ? ഇത് എവിടെയായിരിക്കും എന്നുള്ളതല്ലേ വീഡിയോ മുഴുവനായിട്ട് കാണുക. എന്നെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് എന്നറിയാമത്. കർണാടകയിലെ ചിക്കമംഗളൂർ, ഷിമോഗ ജില്ലകളിലായി സ്ഥിതി ചെയ്യുന്ന 1998 കടുവ സങ്കേതമായി പ്രഖ്യാപിച്ച ഭദ്ര ടൈഗർ റിസർവിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഭദ്ര ടൈഗർ റിസർവിലേക്ക് വന്നതിൻ്റെ ഒരു കാരണം തന്നെ കരിമ്പുലികളെ കാണാനുള്ള ഒരു ആഗ്രഹവുമായിട്ടാണ് കേട്ടോ. ഈ ടൈഗർ റിസർവിൻ്റെ പ്രത്യേകത ഇവിടെ സഫാരിയുമുണ്ട്, ബോട്ടിങ്ങുമുണ്ട്. ബോട്ടിലൂടെ പോയി നമുക്ക് വന്യമൃഗങ്ങളെ കാണാനും പുലികളെയും കടുവകളെയും അതുപോലെ തന്നെ കരിമ്പുലികളെയും ഒക്കെ കാണാനുള്ള സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ജീപ്പ് സഫാരിയും ഇവിടെയുണ്ട്. ഇവിടെ 2 സഫാരി കേന്ദ്രങ്ങളാണുള്ളത്, മുത്തോടിയും ലക്കാവള്ളിയും. ലക്കാവള്ളിയിലെ ബോട്ടിങ്ങും ജീപ്പ് സഫാരിയുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ നമ്മൾ നേരെ ലക്കാവള്ളിയിലെ ജീപ്പ് സഫാരി കേന്ദ്രങ്ങളിൽ എത്തിയിട്ടാണ്. അവിടെ ബസ്സും ഉണ്ട്, ജീപ്പും ഉണ്ട്. നമുക്ക് ഓൺലൈനായി ബുക്ക് ചെയ്തിട്ട് വേണം ഇവിടെ വരുവാനായിട്ട്. ഓൺലൈൻ സീറ്റ് ബാക്കി ഉണ്ടെങ്കിൽ മാത്രമേ ഓഫ്ലൈനായിട്ട് ടിക്കറ്റ് കിട്ടുകയുള്ളൂ. അങ്ങനെ സഫാരി സെൻറ്ററിലെത്തി നമ്മുടെ ബുക്കിംഗ് ഡീറ്റെയിൽസൊക്കെ കാണിച്ചതിന് ശേഷം ജിപ്സി എടുത്ത് നമുക്ക് നേരെ കാടിനുള്ളിലേക്ക് കയറാം കേട്ടോ. ഇവിടെ നമുക്ക് സിംഗിൾ സീറ്റുകൾ ബുക്ക് ചെയ്യാൻ സാധിക്കും. ഫുൾ ജിപ്സി ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, സിംഗിൾ സീറ്റുകൾ ബുക്ക് ചെയ്യാൻ പറ്റും. ജീപ്പിന് 700 രൂപയാണ് പെർ ഹെഡ് ചാർജ് ചെയ്യുന്നത്. 1.5 മണിക്കൂറിൻ്റെ സഫാരിയാണ് നമുക്ക് ഇവിടെ 700 രൂപയ്ക്ക് അനുവദിക്കുന്നത്. അങ്ങനെ നമുക്ക് 2 സഫാരികൾ ബുക്ക് ചെയ്യാം. രാവിലത്തെ 2 സഫാരികളും നമുക്ക് ബുക്ക് ചെയ്യാം. തിരിച്ചു വന്നിട്ട് അടുത്ത സഫാരിക്ക് നമുക്ക് ഈ സെയിം വണ്ടിയിൽ തന്നെ വീണ്ടും കാടിനുള്ളിലേക്ക് കയറാൻ സാധിക്കും. പക്ഷേ 1.5 മണിക്കൂറിൻ്റെ സഫാരി അല്പം കുറവാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം ഒരു 2.5 മണിക്കൂറിൻ്റെ ഒറ്റ സഫാരി ആണെങ്കിൽ അതാകും ഏറ്റവും നല്ലത്. ഇവിടെ അതുപോലെ തന്നെ JLRൻ്റെ പാക്കേജുകളും ഉണ്ട്, ജംഗിൾ ലോഡ്ജസ് ആൻഡ് റിസോർട്ട്സിൻ്റെ പാക്കേജുകളും ഉണ്ട്. ജംഗിൾ ലോഡ്ജസ് ആൻഡ് റിസോർട്ട്സിൻ്റെ പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ സ്റ്റേ, ഫുഡ്, അക്കോമഡേഷൻ, സഫാരി, ബോട്ട് സഫാരി, ജീപ്പ് സഫാരി ഇതെല്ലാം കൂടെ കൂടിയ പാക്കേജാണ്. ഏകദേശം 7000 രൂപ പെർ ഹെഡ് റേറ്റ് വരും. അങ്ങനെ പോയപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ അമ്മക്കരടിയും കുട്ടികളും കൂടെ വണ്ടി കണ്ടപ്പോഴേ ഓടി കേട്ടോ. നമ്മുടെ ജീപ്പ് വന്ന് നിർത്തിയതും നമ്മുടെ നേരെ നോക്കിയിട്ട് ഒറ്റ ഓട്ടം. മുകളിൽ ചെന്ന് നമ്മളെ നേരെ തിരിഞ്ഞു നോക്കുകയാണ്. കാടെല്ലാം അല്പം വരണ്ട് ഉണങ്ങിയിട്ടുണ്ട്. പക്ഷെ ഭദ്ര ടൈഗർ റിസർവിൻ്റെ പ്രത്യേകത എനിക്ക് കയറിയപ്പോൾ തന്നെ നല്ല അടിപൊളി ഫോറസ്റ്റ് ആട്ടോ. നമുക്ക് വർഷകാലത്ത് അല്ലെങ്കിൽ നല്ല പച്ചപ്പിൽ കാടൊന്നും കാണേണ്ട ഭംഗിയാണ്. ആനിമൽ സൈറ്റിങ് വളരെ കുറവാണ്. മറ്റ് ബന്ദിപ്പൂര്, കബനിയൊക്കെ പോലെ അപേക്ഷിച്ച് നമുക്ക് വളരെ കുറവാണ്. പക്ഷേ ഇവിടെ മറ്റൊരു പ്രത്യേകത കൊണ്ട് നമുക്ക് കരിമ്പുലികളെ കാണാൻ സാധിക്കും. വീണ്ടും നമുക്കിത് മറ്റൊരു കരടിയുടെ വിഷ്വൽസ് കിട്ടിയിട്ടോ. കുറേ നാളുകളായിട്ട് നമുക്ക് കരടി നമ്മളെ തേടി വരാറുണ്ട് കേട്ടോ. പെരിയാറായാലും എവിടെ പോയാലും കരടികൾ നമ്മൾ മുന്നിലേക്ക് എത്തും. അങ്ങനത്തെ നമുക്കിത് 2ാമത്തെ കരടിയുടെ കാഴ്ച കേട്ടോ. അതിനൊറ്റയാണ്. ചപ്പിൻ്റെ ഇടയിൽക്കൂടെ നടക്കുന്നതുകൊണ്ട് നമുക്ക് അത്രയും എന്നാ പറയുക കൃത്യമായിട്ട് വിഷ്വലെടുക്കാനുള്ളൊരു സാഹചര്യമില്ല. അങ്ങനെ ഭദ്രയിൽ വന്നിട്ട് നമുക്ക് കിട്ടിയത് കരടികളെയാണ് കേട്ടോ കൂടുതലായിട്ടും. പിന്നെ ഇവിടുത്തെ ജിപ്സി സഫാരികളെല്ലാം ഇവിടെ വലിയ റഷൊന്നുമില്ലാത്ത സ്ഥലമാണ്. ഇപ്പോൾ ഈ കരിമ്പുലിയുടെ സൈറ്റിങ് ഇവിടെ ഉള്ളത് കൊണ്ടാണ് കൂടുതലായിട്ടും ഭദ്ര ടൈഗർ റിസർവിന് ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് അറിയാൻ സാധിച്ചത്.
ഭദ്ര ടൂറിസം നിങ്ങൾക്ക് അറിയാമല്ലോ, ബോട്ടിങ്ങിലൊക്കെ മിക്കവാറും തന്നെ കരിമ്പുലികളെ കിട്ടാറുണ്ട്. നമ്മളും ഇവിടെ ബോട്ടിംഗ് സഫാരി ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ബോട്ടിംഗ് സഫാരി ആരംഭിക്കുക കേട്ടോ. ബോട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ മനസ്സിൽ വന്നത് മിക്കവാറും എല്ലാവർക്കും അറിയാമല്ലോ, കരിമ്പുലിയുടെ സെറ്റിങ്ങാണ്. കരിമ്പുലിയും സാധാ പുലിയും ഒരുമിച്ച് നടക്കുന്ന കാഴ്ചകൾ, ഒരമ്മയുടെ 2 മക്കൾ അത് ഒരുമിച്ച് കിടക്കുന്ന ഒരു കാഴ്ച കിട്ടട്ടെ എന്ന് മനസ്സിൽ ഓർത്തുകൊണ്ടാട്ടോ ഇങ്ങോട്ട് വന്നതും ബോട്ട് സഫാരി എടുത്തതും തന്നെ. ഈ ബോട്ട് സഫാരിയൊക്കെ എടുക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് തേക്കടിയിലെ ബോട്ടിംഗ് ആട്ടോ. ശരിക്കും തേക്കടിയിലെ ആ ഒരു പ്രതീതി നമുക്കിവിടെ അനുഭവപ്പെടും ഈ ബോട്ടിങ്ങിലൂടെ. ആ കാണുന്ന JLRൻ്റെ ബോട്ടാണോ, ഞാൻ പറഞ്ഞില്ല ആദ്യം പറഞ്ഞില്ല 2 മണിക്കൂർ 3 മണിക്കൂറിൻ്റെ സഫാരി, 2.5-3 മണിക്കൂറിൻ്റെ സഫാരി അവർക്ക് കണ്ടിന്യൂസ് ഉണ്ട്. അപ്പോൾ JLRൻ്റെ സ്റ്റേകളും ഇതിനോട് അടുത്ത് തന്നെയാണ്. ലക്കാവള്ളി JLRൻ്റെ സ്റ്റേയുടെ അടുത്ത് തന്നെയാണ് ബോട്ടിങ്ങിൻ്റെ നമ്മുടെ വെരിഫിക്കേഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ലക്കാവള്ളി വന്നു കഴിഞ്ഞാൽ നേരെ നമുക്ക് JLRൻ്റെ സ്റ്റേയുടെ അങ്ങോട്ട് വരണം. വഴിയൊക്കെ ഇച്ചിരി ശരിക്കും ഒരു കുഗ്രാമമാട്ടത് ഭദ്ര എന്ന് പറയുന്നത്. അപ്പോൾ ആവശ്യത്തിന് സ്റ്റേകളൊന്നും നമുക്കില്ല. നല്ല സ്റ്റേകളൊന്നും കിട്ടാൻ ചെറിയ ഹോം സ്റ്റേകളും ചെറിയ ലോഡ്ജുകളാണ് കിട്ടുന്നത്. നല്ല സ്റ്റേ ഒക്കെ നോക്കി വരുന്നവർക്ക് ഏറ്റവും നല്ല JLRൻ്റെ സ്റ്റേ ആയിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞ ആ തേക്കടിയുടെ ഒരു പ്രതീതി നമുക്ക് തോന്നുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. തേക്കടി ബോട്ട് ലാൻഡ്, തേക്കടിയിൽ നമ്മൾ ട്രക്കിങ്ങും സഫാരികളും ബോട്ടിങ്ങൊക്കെ എടുക്കുമ്പോൾ ആ സെയിം പ്രതീതിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ സമയങ്ങളിൽ ഒരുപാട് റിവേർട്ടറിൻ്റെ കാഴ്ചകളുണ്ട്. ഇവിടെ JLRൻ്റെ സ്റ്റേയുടെ പേര് തന്നെ റിവേർട്ടർ ലോഡ്ജിനാണ്. വാഹനങ്ങളെല്ലാം ശരിക്കും ലേക്ക് സൈഡിൽ ഒരുപാട് നടക്കുന്നുണ്ട്. നമുക്ക് ഇതുവരെ പുലിയുടെയോ അല്ലെങ്കിൽ കരിമ്പുലിയുടെ കാഴ്ചകൾ നമുക്ക് ലഭിച്ചിട്ടോ. ശരിക്കും ഭദ്രയിലേക്ക് വന്നത് തന്നെ കരിമ്പുലിയെ തേടിയാണ്. നമ്മുടെ ഇവിടെ നിന്നും ഒരുപാട് ദൂരമുണ്ട്. നമ്മുടെ ഇവിടെ നിന്ന് എറണാകുളം മൂവാറ്റുപുഴ എന്നൊക്കെ വരുമ്പോൾ 14 മണിക്കൂർ കണ്ടിന്യൂസ് ഡ്രൈവ് ഉണ്ട് നമുക്ക് അങ്ങോട്ട് എത്തിച്ചേരുവാനായിട്ട്. അങ്ങനെ ലേക്ക് സൈഡിൽ കൂടെ നമ്മൾ ബോട്ടിങ് നടത്തിയപ്പോൾ നമുക്ക് വീട്ടിൽ ആനയുടെ കാഴ്ച കിട്ടാൻ ഒരു ആനക്കൂട്ടം നിൽക്കുന്നു. ഇത്രയധികം കാഴ്ചകളാണ്. ഞാൻ ആദ്യം പറഞ്ഞില്ല, സഫാരിയിൽ അല്ലെങ്കിൽ ബോട്ടിങ്ങിലൊക്കെ സൈറ്റിങ് വളരെ കുറവാണ്. റെയർ കാഴ്ച എന്ന് പറഞ്ഞാൽ കരിമ്പുലി തന്നെയാണ്. അങ്ങനെ വലിയൊരു ആനക്കൂട്ടത്തിൻ്റെ 5-6ഓളം വരുന്ന ആനക്കൂട്ടത്തിൻ്റെ കാഴ്ച നമുക്കത് ലാസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ബോട്ടിങ്ങിന് അനുഭവമാണ്. ബോട്ടിങ്ങിന് 700 രൂപയാണ് ഒരാൾക്ക്. 1.5 മണിക്കൂറാണ്. 1.5 മണിക്കൂറിൻ്റെ 2 സഫാരികൾ നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്യുക. ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും നല്ലത്. കാരണം ഇവിടെ ഓഫ്ലൈൻ ടിക്കറ്റുകൾ കൊടുക്കുന്നില്ല. സീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കയറ്റിക്കൊണ്ട് പോകുമെന്നല്ലാതെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങൾ. ഇത്രയും ദൂരം വന്നിട്ട് നമുക്ക് കേരളത്തിൽ നിന്ന് വളരെ ആക്സസ് വളരെ പാടുള്ളൊരു സ്ഥലമാണ് ഭദ്ര ടൈഗർ റിസർവ്. ശരിക്കും വണ്ടി ഓടിച്ചൊക്കെ ഞങ്ങളൊക്കെ വന്നത് വയനാടെത്തി. വയനാട് നിന്നും നമ്മുടെ തോൽപ്പെട്ടി രാത്രിയിൽ മൈസൂർക്ക് പോകുന്ന വഴി വന്ന് ഗോണിക്കുപ്പ വഴി ഗോണിക്കുപ്പെന്ന് തിരിഞ്ഞ് അങ്ങനെയാണ് നമ്മൾ പോയത്. 14 മണിക്കൂർ കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്താണ് നമ്മളിവിടെ എത്തിയത് കേട്ടോ. വണ്ടി കൊണ്ട് തന്നെ വരികയായിരിക്കില്ല നല്ലത്. കാരണം സഫാരി സെൻറ്ററിന് അടുത്ത് സ്റ്റേകളുണ്ടെങ്കിലും ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് ദൂരം പോകേണ്ടി വരും. വണ്ടിയിൽ തന്നെ വന്ന് പോവുകയാലും നമുക്ക് ഏറ്റവും സൗകര്യപ്രദം. ഒരു ചെറിയ നാടൻ ഗ്രാമമാണ്. കൃഷിയിടങ്ങളൊക്കെ ഇതിന് ചുറ്റിപ്പറ്റിയുണ്ട്. പിന്നെ വലിയ ആനിമൽ സൈറ്റിംഗ് ഒന്നും പ്രതീക്ഷിച്ച് നമ്മൾ ഇങ്ങോട്ട് വരേണ്ടതില്ല കേട്ടോ. അങ്ങനെ ജീപ്പ് സഫാരിയൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ രണ്ടാമത് നമ്മുടെ ബോട്ടിങ് സഫാരി എടുത്തിട്ടോ. പിന്നെ ഒരു ഗുണമെന്ന് വെച്ചാൽ 700 രൂപ ഉള്ളതുകൊണ്ട് നമുക്ക് എത്ര സഫാരി വേണമെങ്കിലും എടുക്കാം. കരിമ്പുലിയെ കിട്ടിയാൽ നമ്മുടെ ഭാഗ്യം. എന്തായാലും ഞങ്ങൾ വരുന്നതിൻ്റെ തലേ ദിവസം വരെ കരിമ്പുലിയുടെ സൈറ്റിങ് രാവിലെയും വൈകുന്നേരവും ഉണ്ട്. അത് കഴിഞ്ഞ് കാടിനുള്ളിലേക്ക് കയറി പോയതാണ്. ഇതുവരെ നമുക്ക് കിട്ടിയിട്ടുമില്ല. നമ്മൾ വന്നതനുസരിച്ച് വീണ്ടും പഞ്ചായത്ത് കടന്നു പോയ സംശയമുണ്ട് കേട്ടോ. ആ ബോട്ടിങ്ങിലൊന്നും നമുക്ക് കിട്ടിയില്ല. അങ്ങനെ നമ്മൾ വീണ്ടും അടുത്ത ജീപ്പ് സഫാരിയിലേക്ക് കടന്നു. നമ്മുടെ രണ്ടാമത്തെ ബോട്ട് സഫാരി വളരെ ബ്ലാങ്ക് ആയിരുന്നു. ബോട്ടിന് ഈ പുലികളൊന്നും കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ ആനകളൊക്കെ വളരെ റെയറായിട്ടാണ് കിട്ടുന്നത്. വളരെ എണ്ണം കുറവുമാണ്. അതുകൊണ്ട് ബോട്ടിങ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. നല്ലൊരു ഭംഗിയാണ്. ഭദ്ര നദിയിലൂടെയുള്ള ആ ഡാമിലൂടെയുള്ള ഒരു ബോട്ട് സഫാരി നമുക്ക് ആസ്വദിക്കാം. പക്ഷേ നമുക്ക് ഈ കരിമ്പുലിയെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ വരുന്നതുകൊണ്ട് അതില്ല എങ്കിൽ പ്രത്യേകിച്ച് വേറെ സൈറ്റിങ്ങളൊന്നും പ്രതീക്ഷിക്കുകയും വേണ്ട. ബോട്ടിങ് നമുക്ക് അത്യാവശ്യം ബോറിംഗ് ആയി തോന്നും. പക്ഷെ ആദ്യമൊക്കെ വരുമ്പോൾ നമുക്ക് ബോട്ടിങ് നല്ല ക്രേസാട്ടോ. കുഴപ്പമൊന്നുമില്ല. ചെറിയ ബോട്ടുകളാണ്. അങ്ങനെ നമുക്കിത് അവസാനത്തെ ജീപ്പ് സഫാരിയിലേക്ക് കിട്ടിയിട്ടോ. അതും 2 കരടികൾ. ഇത്തവണ ഭദ്രയിലേക്ക് വന്നിട്ട് നമുക്ക് കരടികൾ കാഴ്ചകളാണ് തോന്നുന്നത്. ഞങ്ങളെ കണ്ടതും ഒരുത്തം തിരിഞ്ഞു ഓടി. അത് മേളിൽ പോയി ഞങ്ങളെ നേരെ നോക്കിയിരിക്കുന്ന ആ ഒരു കാഴ്ച നല്ല ഭംഗിയായിരുന്നു. ശരിക്കും മനുഷ്യർ പ്രതികരിക്കില്ല. കുഞ്ഞി കുട്ടികൾ നമ്മളുടെ
വഴക്കിട്ടിട്ട് ഓടിപ്പോയി കുത്തി തിരിഞ്ഞു നോക്കിയിരിക്കില്ലേ, ആ ഒരു പ്രതീതിയായിരുന്നു കേട്ടോ. പക്ഷെ താഴെ നിൽക്കുന്നവൻ അവിടെ എന്തോ കുത്തി പൊളിക്കുന്നുണ്ടായിരുന്നു. ആ മരത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു ചെതല് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. ചെതല് മാന്തി പറിക്കുന്നതെന്ന് തോന്നുന്നു. കരടികൾ മാന്തുന്ന കാഴ്ച ഭയങ്കര ഭംഗിയാണ്. ഇത്രയും വലിയ നഗര് വെച്ച് വളരെ കൂളായിട്ട് മണ്ണും മരങ്ങളും എല്ലാവരും മാന്തി പൊളിക്കും, പൊത്തുകളെല്ലാം. അപ്പോഴും മുകളിലൊരുത്തൻ കാവലിരിക്കുകയാണ് നമ്മളെ നോക്കിക്കൊണ്ട്. പെട്ടെന്നായിട്ട് അവൻ താഴോട്ട് ഓടി വന്നത്. നമ്മുടെ താഴെ ഉണ്ടായിരുന്നവനും അപ്പുറത്തേക്കൊന്ന് മാറിപ്പോയി. ഞങ്ങൾ വണ്ടി ഫ്രണ്ടിലേക്ക് എടുത്തു. അപ്പുറത്ത് നിന്ന് മാന്തുന്ന ഒരുത്തൻ ഓടുന്നു, മറ്റവൻ അവിടെ മൺകൂന മാന്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാറുണ്ട്. ആദ്യമൊന്നും അവനെ കാണുന്നില്ല, മൺകൂന മാന്തി പൊളിക്കുകയാണ്. അപ്പം നമ്മൾ വയ്യ ഫ്രണ്ടിലേക്ക് എടുത്ത് ഒരു ചെറിയ മൺകൂനയാണ്. ആ മൺകൂനയുടെ സൈഡിലാണ് ഒരുത്തനും അപ്പുറത്തോടെ തപ്പി ഇങ്ങനെ നടക്കുന്നുണ്ട്. ഒരുത്തിനിരുന്ന് മാന്തുന്നുണ്ട്. മണ്ണ് ഇങ്ങനെ തെറിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആ കൂനയ്ക്ക് അങ്ങേ സൈഡിൽ നിന്നുകൊണ്ടാണ് അവൻ മാന്തുന്നത്. എന്നാൽ രണ്ടാമത്തവനും അവൻ്റെ അടുത്തേക്ക് വന്നു. നല്ല ശക്തമായിട്ട് മാന്തി പൊളിക്കുന്നതാണ്. പെട്ടെന്നാണ് നമുക്ക് കാര്യം മനസ്സിലായത്. കുറേ മാന്തി അങ്ങ് പൊളിച്ചു കഴിഞ്ഞപ്പോൾ തേനീച്ചകൾ അങ്ങ് ഇറങ്ങി. തേൻ കുടിക്കാനായിട്ട് നമ്മുടെ തേനീച്ചകളുടെ കൂട് പൊളിക്കുന്ന രംഗമായിരുന്നു കണ്ടത്. തേനീച്ചകൾ അവരെ പൊതിഞ്ഞു. ഈ കരടികൾക്ക് തേൻ ഇത്രയും ഹരമായിരുന്നു എന്നുള്ളത് നമുക്കറിയാമല്ലോ. പക്ഷെ അതുങ്ങളുടെ വെപ്രാളം കാണണം. തേനീച്ചകൾ മുഴുവൻ പൊതിഞ്ഞ് കടിച്ചിട്ട് ഒരു വിഷയമല്ല. ഞാൻ ആദ്യം ഇത്ര ഒരു സീൻ കാണുന്നത്. നിങ്ങൾ കരടികളുടെ ഫൈറ്റ് കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കട്ടോ. ഇനി ഞാൻ പറയുന്നതല്ല, ആ ഫൈറ്റും തേൻ കുടിക്കാനുള്ള ആക്രാന്തവും ഒന്ന് നിങ്ങൾ കണ്ടു നോക്കി. അത്ര കിടിലൻ ഫൈറ്റും ആക്രാന്തവുമാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കരടികളുടെ ഫൈറ്റ് ഞാൻ കാണാൻ കണ്ടത്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. Fight. കിട്ടണില്ല. ഫുഡ് ജഗള. ഇങ്ങനെ ഫൈറ്റ് കിട്ടാനല്ലേ? തമ്മിത്തല്ലി കോംപ്രമൈസ് ആയെന്ന് തോന്നുന്നു. എന്തായാലും തേൻ കുടിക്കാനുള്ള ആക്രാന്തത്തിൽ രണ്ടും കടിപിടി കൂടി ലാസ്റ്റ് കോംപ്രമൈസ് ആയെന്ന് തോന്നുന്നു. കരടികൾക്ക് തേൻ കുടിക്കാനുള്ള ആക്രാന്തം എന്താണെന്ന് നമുക്ക് മനസ്സിലായത്. തേനുണ്ടെങ്കിൽ എവിടുന്ന് പറന്നെത്തുമെന്ന് നമുക്ക് മനസ്സിലായത് ഇപ്പോഴാണോ. ഈ ഒരു ആക്രാന്തത്തിൽ നിന്നാണ്. തേനീച്ചകളൊന്നും അവർക്ക് വീഴ്ചയില്ല. ഇവർ മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. ഇടയ്ക്കിടയ്ക്കൊന്ന് കൊടയും. അങ്ങനെ വളരെ അപൂർവമായി ലഭിച്ച ഒരു കാഴ്ചയായിരുന്നു ഭദ്ര ടൈഗർ റിസർവ് കരടിയെ കാഴ്ച. ഏകദേശം 6ഓളം കരടികളെ നമുക്ക് കിട്ടിയിട്ടോ. മോശമില്ലാത്തൊരു സൈറ്റിംഗ് ആയിരുന്നു. പക്ഷെ കരിമ്പുലിയെ പ്രതീക്ഷിച്ച് വന്നുകൊണ്ട് ആ ഒരു നിരാശ ഇതുകൊണ്ട്. കാരണം കരിമ്പുലികൾ ഏത് കാട്ടിലായാലും വളരെ റെയറായിട്ട് ലഭിക്കുന്നതാണ്. ഇവിടെയാണ് നമുക്ക് കോമൺ ആയിട്ട് ബോട്ടിങ്ങിൽ കിട്ടാനുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു കാഴ്ചയും നമുക്ക് കിട്ടിയില്ല. നമ്മുടെ തൊട്ടടുത്ത് നിന്നും ഈ കരടിയുടെ കാഴ്ചയിൽ നിന്ന് നമ്മുടെ സഫാരി തീരുന്ന സമയത്തായിരുന്നു. അങ്ങനെ നമ്മുടെ സഫാരി ഇവിടെ നിന്ന് അവസാനിക്കുകയാണ്. ശരിക്കും ഇന്നത്തെ ജീപ്പ് സഫാരി ഇവിടെ അവസാനിക്കുക കേട്ടോ. ഇനി ഒരു ബോട്ട് സഫാരിയും കൂടിയാണ് ബാക്കിയുള്ളത്. അവസാനത്തെ ആഗ്രഹം കൂടി നമുക്ക് ബോട്ട് സഫാരി ലഭിക്കുമോ എന്ന് നമുക്ക് നോക്കാം. കരിമ്പുലിയുടെ കാഴ്ചകളാണ് ഇനിയുള്ളൊരു പ്രതീക്ഷ. അതോടെ കിട്ടിയാൽ നമ്മുടെ ഭദ്ര ടൈഗർ റിസർവിൽ നിന്നുള്ള കാഴ്ചകൾ ഗംഭീരമാകും. ഭദ്ര ടൈഗർ റിസർവിൽ വന്നതും നമുക്ക് മുതലാകും. കാരണം ഇങ്ങോട്ട് വന്നത് ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി മാത്രമാണ്.
കരടികൾ എന്തായാലും ആക്രാന്തമൊക്കെ കുറച്ച് വീണ്ടും അവിടെ നിൽക്കുകയാണ്. എന്തായാലും നമ്മുടെ അടുത്ത് നിന്ന് പോയൊന്നുമില്ല കേട്ടോ. തേൻ കിട്ടിയപ്പോൾ നമ്മളൊന്നും മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. നമ്മളവിടെ നിൽക്കുന്നുണ്ടെന്നോ സഫാരി ആൾക്കാർ നിൽക്കണമെന്നോ ഈ വണ്ടി നിൽക്കണമെന്നോ അവർക്ക് പ്രശ്നമല്ല. ഇനിയൊരു പ്രത്യേകത ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ അധികമൊന്നും വണ്ടികളില്ല. ഫോറസ്റ്റിൻ്റെ വണ്ടികൾക്ക് 1-2 എണ്ണം കയറത്തുള്ളൂ. അതുപോലെ തന്നെ JLRൻ്റെ വണ്ടികളും അതുപോലെ തന്നെ. JLRൻ്റെ വണ്ടികൾക്കെല്ലാം സഫാരി ടൈമിൽ കൂടുതലായതുകൊണ്ട് നമ്മൾ അവയെ കണ്ടുമുട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അവർക്ക് മിക്കവാറും തന്നെ ലെപ്പേഡിൻ്റെ സാന്നിധ്യമൊക്കെ നമുക്ക് ജീപ്പ് സഫാരിയിൽ കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു, ഞങ്ങൾ പോരുന്നതിൻ്റെ അന്ന് രാവിലെ അവിടുന്ന് കടുവയുടെ സൈറ്റിങ് കിട്ടിയിരുന്നു. ഞങ്ങൾ ബോട്ട് സഫാരി കഴിഞ്ഞ് നമുക്കൊരു ബോട്ട് സഫാരി ഉണ്ടായിരുന്നു. ആ ബോട്ട് സഫാരി എടുക്കുന്ന സമയത്ത് കടുവയുടെ സൈറ്റിങ് കിട്ടിയെന്ന് പറയുന്നത് ജീപ്പിൽ. അതാണ് നമുക്ക് ഭാഗ്യമില്ല എന്ന് പറയുന്നത്. ഇവിടെ കടുവയെ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ റെയറാണ്. സഫാരി സോണിലെല്ലാം കടുവകളുണ്ട്, പക്ഷേ വരുന്നത് മിക്കവാറും ജീപ്പ് സഫാരികളെല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും കടുവകൾ ഇറങ്ങി വരുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ JLR സഫാരികൾക്ക് കിട്ടാറുണ്ട് കേട്ടോ. അത്യാവശ്യം പുലികളുടെ സൈറ്റിങ്ങൊക്കെ മിക്കവാറും നല്ല ദിവസങ്ങളിൽ കിട്ടാറുണ്ട്. സഫാരി ടൈമിങ്ങിൻ്റെ കുറവ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഫാരി ടൈമിങ്ങിൻ്റെ കുറവ് ഒരു പ്രശ്നം തന്നെയാണ്. 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ചുറ്റി വളഞ്ഞ് വരാനുള്ള സമയം മാത്രമേ നമുക്ക് ലഭിക്കത്തുള്ളൂ. അതുകൊണ്ട് കൂടുതൽ കാടിനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മുടെ ബന്ദിപ്പൂര് കബനിയൊക്കെ പോലെ തന്നെ ഒറ്റ സഫാരിയാക്കി മാറ്റുകയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ നമുക്ക് കാഴ്ചകളും കാടുകളിലും കൂടുതൽ കറങ്ങാനുള്ള സൗകര്യങ്ങൾ ലഭിക്കും. മലയണ്ണാൻ്റെ കാഴ്ചകളാണ് നമുക്ക് ലാസ്റ്റ് സഫാരിയിൽ നിന്ന് എക്സിറ്റ് ആവുന്ന സമയത്ത് കിട്ടിയത് കേട്ടോ. ഇതാണ് ഇവിടുത്തെ JLRൻ്റെ സ്റ്റേകൾ. റിവർട്ടൺ ലോഡ്ജ് ഭദ്രാ നദിയുടെ കരയിൽ ഡാമിനോട് അഭിമുഖമായിട്ട് നിർത്തിയിരിക്കുന്ന പുതിയ സ്റ്റേകളാണത്. നല്ല ഭംഗിയാണ്. ഭദ്രയിലേക്ക് വരാൻ താല്പര്യമുള്ളവർ ഈ സ്റ്റേ എടുത്തിട്ട് വരുമായിരിക്കും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഫുഡ്, അക്കോമഡേഷൻ അതുപോലെയുള്ള കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ടതില്ലല്ലോ. സഫാരിയും ഇൻക്ലൂഡാണ്, ബോട്ട് സഫാരിയും ജീപ്പ് സഫാരിയും എല്ലാം ഇൻക്ലൂഡാണ്. നല്ല സ്റ്റേയും നല്ല ഫുഡും കിട്ടും. അങ്ങനെ ഞങ്ങളുടെ അവസാനത്തെ ബോട്ട് സഫാരിയും അവസാനിക്കുക കേട്ടോ. വീണ്ടും കരിമ്പുലിയെ തേടി വരവ് കൂടി ഇങ്ങോട്ട് വരേണ്ടി വരുമെന്ന് തോന്നുന്നു. കാഴ്ചകൾ തന്നില്ല. അങ്ങനെ നമ്മത്തെ ബോട്ട് സഫാരി അവസാനിക്കുകയാണ്. ഭദ്രയിൽ നിന്നുള്ള കാഴ്ചകളും അവസാനിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.